നമസ്കാരം. ജാതക കഥകളിലെ 71ാമത്തെ കഥ പഴക്കച്ചവടക്കാരി. ബ്രഹ്മദത്തൻ വാരണാസിയിലെ രാജാവാണ്. ബോധിസത്വനാണ് അക്കാലത്ത് അദ്ദേഹത്തിൻ്റെ മന്ത്രി. മന്ത്രിയുടെ ഉപദേശങ്ങൾ രാജാവ് ബഹുമാനത്തോടെ സ്വീകരിച്ചു പോന്നു. ഒരു ദിവസം രാജാവ് കൊട്ടാരത്തിൻ്റെ മട്ടുപ്പാവിൽ നിൽക്കുകയാണ്. അപ്പോൾ തെരുവിൽ നിന്ന് ഇമ്പമുള്ള ഒരു ശബ്ദം. കച്ചവടക്കാരി വിളിച്ചു ചോദിക്കുകയാണ്, ഇലന്തപ്പഴം വേണോ, ഇലന്തപ്പഴം വേണോ? ശബ്ദം കേട്ട് രാജാവ് തെരുവിലേക്ക് നോക്കി. സുന്ദരിയായ ഒരു യുവതി പഴങ്ങൾ വിറ്റുകൊണ്ട് തെരുവിലൂടെ പോവുകയാണ്. ആദ്യത്തെ കാഴ്ചയിൽ തന്നെ രാജാവ് അവളുടെ സൗന്ദര്യത്തിൽ മതിമയങ്ങിപ്പോയി. ഉടനെ തന്നെ രാജാവ് അവളെക്കുറിച്ച് രഹസ്യമായി അന്വേഷിച്ചു. നഗരത്തിലെ പഴക്കച്ചവടക്കാരൻ്റെ മകളാണ്. കല്യാണം കഴിഞ്ഞിട്ടില്ല. പിന്നെ വൈകിയില്ല. രാജാവ് ആ പഴക്കച്ചവടക്കാരിയെ വിവാഹം ചെയ്തു. രാജ്ഞിയായി വാഴിച്ചു. രാജാവിന് എപ്പോഴും അവളെ കണ്ടുകൊണ്ടിരിക്കണം. അവളെ അത്രമാത്രം പ്രിയമാണ്. രാജ്ഞിയായതോടെ തൻ്റെ പഴയ കാലമെല്ലാം അവൾ പാടെ മറന്നു. അഹങ്കാരവും വർദ്ധിച്ചു. ഒരു ദിവസം രാജാവ് പൊൻതളികയിൽ നിന്ന് ഇലന്തപ്പഴം പെറുക്കി തിന്നുകയായിരുന്നു. അത് കണ്ടുകൊണ്ടാണ് രാജ്ഞി രാജാവിൻ്റെ അടുത്തേക്ക് വന്നത്. ആ പഴങ്ങൾ മുമ്പൊരിക്കലും കണ്ടിട്ടില്ലാത്ത മട്ടിൽ അവൾ ചോദിച്ചു, പ്രഭോ, എന്തു ജാതി പഴമാണ് അങ്ങ് ഈ തിന്നുന്നത്? അവളുടെ ചോദ്യം കേട്ട് രാജാവിന് ദേഷ്യം വന്നു. വഴിനീളെ ഇലന്തപ്പഴം കൊണ്ടു നടന്ന് വിറ്റ നിനക്ക് ഇത് കണ്ടാൽ അറിഞ്ഞുകൂടാ അല്ലേ? അദ്ദേഹം തുടർന്നു, അതുകൊണ്ട് നീ നിന്റെ പഴയ തൊഴിലിലേക്ക് തിരിച്ചു പൊയ്ക്കോ. അപ്പോൾ ഈ പഴം ഏതാണെന്ന് മനസ്സിലാകും. ഇനി നീ എൻ്റെ ഭാര്യയല്ല. രാജാവിൻ്റെ ഈ വാക്കുകൾ കേട്ടുകൊണ്ടാണ് ബോധിസത്വൻ വന്നത്. രാജ്ഞിയെ ഉപേക്ഷിക്കുന്നതിൽ നിന്ന് രാജാവിനെ പിന്തിരിപ്പിക്കാനായി ബോധിസത്വൻ പറഞ്ഞു, പ്രഭു, അങ്ങ് കോപിക്കരുത്. താഴ്ന്ന നിലയിൽ നിന്നും ഉന്നതിയിലേക്ക് വരുന്ന സ്ത്രീകളാരും തങ്ങളുടെ പഴയ കാലം ഓർമ്മിക്കാറില്ല. അതൊരു പൊതുരീതിയാണ്. ഇവളെ മാത്രം കുറ്റപ്പെടുത്തേണ്ടതില്ല. അതുകൊണ്ട് അങ്ങ് ഇവളെ ഉപേക്ഷിക്കരുത്. ഇക്കുറി മാപ്പ് കൊടുക്കണം. ബോധിസത്വൻ്റെ ഉപദേശം ആദരിച്ച് രാജാവ് രാജ്ഞിക്ക് മാപ്പ് കൊടുത്തു. നന്ദി.